ഹലോ ട്രേഡേഴ്സ്, ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് കാര്യമായിട്ട് വലിയ മൂവ്മെൻറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വരെ പോയിട്ടുണ്ട്. അതായത് ഇന്നലെ ഉണ്ടാക്കിയ ഡേ ലോയുടെ ഭാഗത്തു നിന്നാണ് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അതിനൊക്കെ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ഡേ ഹൈയിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഉണ്ടാക്കിയൊരു മൂവ്മെൻറ്റ്. അടിപൊളി മൂവ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിരുന്നിട്ട് വേണം ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ. ഒരു 1:1 ഇത്തിരി നേരം കൊണ്ട് വരുമെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ലൊരു പ്രോഫിറ്റിക്ക് നല്ല രീതിക്ക് ഹോൾഡിങ് ഉണ്ട്. അതാണ് പ്രശ്നം അവിടുത്തെ. നമുക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് കുറച്ച് ട്രേഡിൽ നിന്ന് വന്നേക്കണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്ക് ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85,300 പിയിലും പിന്നെ അതേപോലെ തന്നെ നിഫ്റ്റി സ്ട്രൈക്ക് ഒരെണ്ണം കൂടി ഉണ്ട് PZ അതിലും ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെഡ് ക്യാനിൻ്റെ ക്ലോസിങ് കണ്ട ശേഷം ഇനി ഇൻ കേസ് നമ്മൾ ചാടി കയറുന്ന ആൾക്കാരാണെങ്കിലും രണ്ടുപേർക്കാണെങ്കിലും നമുക്ക് SL ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇത് ലിമിറ്റിലേക്കോ ഡിസ്കൗണ്ടിലേക്കോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഹൈ റിസ്ക് ആണ്. കാര്യം നിങ്ങളുടെ അടുത്ത പ്രോഫിറ്റ് വരും, മനസ്സിലായില്ലേ? പക്ഷെ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു SL കൂടി മാനേജ് ചെയ്യാൻ അറിയുകയാണെങ്കിലാണ് നിങ്ങൾ ഫോർ ലോങ്ങിലേക്ക് ഇത് ഇരിക്കണതിൽ കാര്യമുള്ളൂ. നമ്മളവിടെ കാണാൻ പറ്റും 387 കൊടുത്ത പ്രൈസ് അവിടെ റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ പിന്നെയും ആക്റ്റീവ് ആവണില്ല. അവിടെ ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും സെയിം ബയേഴ്സ് ഇവിടെ നിന്ന് കയറി വരും. അപ്പോൾ അപ്പോഴും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഇതൊന്നും മനസ്സിലാവേണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു ക്യാൻ ക്ലോസ് കിട്ടി ഹൈ ആണോ ലോ ആണോ നോക്കാണ്ട്, അല്ലെങ്കിൽ SL കൂട് കുറയോ നോക്കാണ്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളത് ശീലിക്കും. പിന്നെ അതിൽ വലിയ SLകൾ വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ. പിന്നെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു 25,900 പിയിലാണ്. ഇത് ഫ്രീ ഗ്രൂപ്പിൽ വന്ന ട്രേഡാണ്. ഇത് നമുക്കൊരു 20 പോയിന്റ് പോയിട്ടുണ്ട്. പക്ഷേ അതും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഹോൾഡിങ് ഉണ്ട്. എന്നിട്ടാണ് 20 പോയിന്റ് പോണത് കേട്ടോ. പക്ഷേ ഇതൊരു ഡിസ്കൗണ്ട് എൻട്രി ആണ് കേട്ടോ. ഇത് നിങ്ങൾ ലിമിറ്റിലോ 1 രൂപ 2 രൂപ വ്യത്യാസമല്ല 3 രൂപ വ്യത്യാസമാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് ഈ ട്രേഡ് കിട്ടില്ല. കാര്യം ഇത് എടുക്കാൻ വേണ്ടി ട്രേഡാണ്. നമ്മൾ 10 പോയിന്റ് SL ഇട്ടാൽ മതി, ഒരു പ്രശ്നമില്ല. അക്സെപ്റ്റബിൾ ആണ്. ആ വരുന്ന ലോസൊക്കെ അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡാണ്. അപ്പോൾ അത് 20 പോയിന്റ് പോയിട്ടുണ്ട്. ഇനി എടുക്കാതെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഇന്നത്തെ മെയിനൊരു ട്രേഡാണ്. 55,000 C ഭയങ്കരമായിട്ട് ഹോൾഡിങ്ങും ആണ്. നല്ല രീതിക്ക് ഹോൾഡിങ്ങുള്ള ട്രേഡാണ്. 170 പോയിന്റ് പോയിട്ടുമുണ്ട്. പക്ഷെ നല്ല രീതിക്ക് ഹോൾഡിങ് ഉണ്ട് കേട്ടോ. അതായത് രാവിലെ 9:52 എടുത്തു കഴിഞ്ഞാൽ 12:7 170 പോയിന്റ് വരുന്നത്. ഫുൾ ടാർഗറ്റ് അല്ല എപ്പോഴും 170 പോയിന്റ് ആയിട്ടുള്ളൂ. ഇങ്ങനെ 30 പോയിന്റ് കിട്ടിയാലും ഫുൾ ടാർഗറ്റ് ആവുള്ളൂ. 1:4 ആണ് വന്നേക്കണത്. എൻ്റെ ഇടയിൽ ഒരു ലെവൽ കൊടുത്തു 426 എന്ന് പറഞ്ഞ ലെവൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ റെഡ് ക്യാനിൻ്റെ ബോഡി ഗ്ലോസൊക്കെ ഇത്തിരി ഹൈ ആണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. നമുക്ക് നേരത്തെ പറഞ്ഞ അതേ SL കൺസേൺസ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് മാത്രമാണ്. അടിയിൽ നിന്ന് 354 ട്രേഡാണ്. ഇത് കറക്റ്റ് റെഡ് ക്യാനിലൂടെ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാനിൽ ലിമിറ്റിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എടുക്കാം. ഇത് നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ വന്നുള്ള ട്രേഡാണ്. ഇനി ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡാണ്. 26,000 C ആണ് കേട്ടോ. ഇത് ഫ്രീ ഗ്രൂപ്പിൽ പെയ്ഡ് ഗ്രൂപ്പിൽ അങ്ങനെ എല്ലായിടത്തും വന്നിട്ടുള്ള ഒരു ട്രേഡും കൂടിയാണ്. ടോട്ടൽ ഒരു 39 പോയിന്റ്, ടോട്ടൽ 40 പോയിന്റ് കൂട്ടാം. ഇത് SL കുറവാണ് കേട്ടോ. അത് ഞാൻ 10ലേക്ക് ഇട്ടിട്ടില്ല. 8 കാണിച്ചു തരാം, എന്നിട്ട് പറയാം ഞാൻ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ ആവണത് ഈ റെഡ് ക്യാൻഡലിലാണ്. ടൈം വേണമെങ്കിൽ നോക്കി വെച്ചോ. 10:05 റെഡ് ക്യാൻഡിൽ. അത് നിങ്ങളുടെ ചാർട്ടിൽ പോയി നോക്കി വെക്കുക. സ്ട്രൈക്ക് ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ 10:05 ക്യാൻഡിൽ റെഡ് തന്നെയാണോ നോക്കി വെക്കുക. റെഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ട്രൈക്കിലേക്ക് വരിക. ക്യാൻഡിൽ 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ഇങ്ങനെ ആക്കുക. ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് സെറ്റിങ്സ് കൊണ്ടുവരിക. ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കളറിൻ്റെ പ്രശ്നങ്ങളോട് മാറിക്കിട്ടും. അപ്പോൾ ഇത് ആക്റ്റീവ് ആവുന്നത് ഇങ്ങനെയാണ്. കറക്റ്റ് ലിമിറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിലൊരു പ്രശ്നം കോസ്റ്റ് ഉണ്ട് വരും. നമുക്ക് 10 പോയിന്റ് വന്നിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 8 പോയിൻ്റൊക്കെയാണ് പ്രോഫിറ്റ് നിൽക്കേണ്ടായിരുന്നത്. എന്നിട്ടത് ഒറ്റ ക്യാൻഡിൽ ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട് 10-25 ക്യാൻഡിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് ലിമിറ്റിലേക്ക് വന്ന് പോവും എന്ന് എനിക്കൊരു ഇതുണ്ട്. ഇൻ കേസ് ലിമിറ്റിലേക്ക് വന്നാലും അവിടെ നിന്ന് ചിലപ്പോൾ ബൈ എടുത്ത് പോകാം അങ്ങനത്തെ ഒരു സാധ്യത എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണത് ഒരു 5 പോയിന്റ് വ്യത്യാസത്തിന് ഇടുക ചെയ്യുക. ചില സിനാരിയോസിന് ഞാൻ കോസ്റ്റ് ലോസിന് ഇടുക, അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് വ്യത്യാസത്തിന് SL കയറ്റി വയ്ക്കും. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടത്. SL ഇത്തിരി കയറിയിരിക്കണത് അതങ്ങനെ 5 പോയിന്റ് വ്യത്യാസത്തിന് വെച്ചു. പക്ഷേ അത് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അത് ഹിറ്റായി. ഞാൻ ഔട്ടാവുമായിരുന്നു ആ ട്രേഡിൽ നിന്ന്. പക്ഷെ എനിക്ക് റീ എൻട്രി കയറാനുള്ള കോൺഫിഡൻസിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ക്യാൻഡിൽസ് വന്നിട്ടില്ല. 2 ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കത് നോക്കിയാൽ മനസ്സിലാവും.
ക്യാനിൻ്റെ അടിയിൽ നിന്ന് കയറുന്നുണ്ട്, ക്യാനിൻ്റെ അടിയിൽ നിന്ന് കയറുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 50-50 ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുള്ളൂ. അതെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയില്ല. എനിക്ക് ഇത്തിരി മണി ക്യാൻഡിൽസ് അടിയിൽ നിന്നിട്ട് വേണം തിരിച്ച് കയറാൻ. ഇത് പെട്ടെന്നുള്ള റിയാക്ഷൻ ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാറുണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുക കേട്ടോ. 10 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അത് അടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡാണ്. പിന്നെ ഹോൾഡിംഗ് ആണ്, നല്ല രീതിക്ക് ഹോൾഡ് ചെയ്താലാണ് ട്രേഡ് പ്രോഫിറ്റിക്ക് നല്ല രീതിക്ക് പോകുള്ളൂ. അതാണ് 39 പോയിന്റ് പോയിക്കുന്നത്. പോരാത്തന്നെ 65.20 എന്ന് പറഞ്ഞാൽ വേറെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ റെഡ് ക്യാനിൽ അഗ്രസീവ് എൻട്രി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് എടുക്കണമെന്ന് ഞാൻ പറയാറില്ല കേട്ടോ. ജസ്റ്റ് വാച്ച് ചെയ്യുക, കിട്ടിയില്ല എന്നുള്ളൂ. നമുക്ക് നാളെ നോക്കാവുന്നതുള്ളൂ കാര്യം. പീരിയഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും 40 പോയിന്റ്. പിന്നെ അങ്ങോട്ട് പിന്നെയും കൺസൾട്ടേഷനാണ്. ഇവിടെ പിന്നെയും ഈ 65 തന്നെയാണ് വന്നത് ടച്ച് ചെയ്യണത്. ആ സമയത്തും ഒരു കോൺഫിഡൻസ് കുറവാണ്. എന്നെ സംബന്ധിച്ച് ക്യാൻഡിൽസ് അടിയിലേക്ക് വന്ന് കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്തിട്ട് വേണം കയറാൻ. അല്ലെങ്കിൽ എനിക്കൊരു ഫുൾ കോൺഫിഡൻസ് വരില്ല. ഓരോരുത്തർക്കും ഓരോന്നാണുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് എൻ്റെ സെറ്റപ്പിൽ എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളാണുള്ളത്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കൊന്ന് കിട്ടിയേക്കണത്. 2 ട്രേഡ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആക്റ്റീവ് ആയില്ല. ഒന്നും ചെയ്യാല്ല. നിഫ്റ്റിക്ക് മൂവ്മെൻറ്റ് കുറവാണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അതൊരു സപ്പോർട്ടെന്ന് അടുത്തൊരു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇന്നലത്തെ ലോയിൽ നിന്ന് ഇന്നലത്തെ ഹൈയിലേക്ക് മാത്രമാണ് എത്തിയേക്കണത്. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിലുള്ള പ്രോഫിറ്റ് നമുക്ക് മേക്ക് ചെയ്യാം. അതാണ് നിങ്ങളിപ്പോൾ ബാക്കിയുള്ള ചാർട്ട് അനാലിസിസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈസിയാണ് ഞാൻ പറയണമെന്നില്ല, ടഫ് തന്നെയാണ്. ഒരു വ്യൂ ആണ് മെയിനായിട്ട്. നിങ്ങൾക്കിപ്പോൾ എന്ത് പഠിച്ചാലും ഒരു വ്യൂ ആണല്ലോ. നിങ്ങളുടെ ഒരു വ്യൂ കറക്റ്റ് ആയാലാണ് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലോഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് SLS സ്വൈപ്പ് ചെയ്യും. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? അങ്ങനെ ഔട്ടാവേണ്ട വരും ട്രേഡിന്ന്. നമുക്ക് ട്രേഡ് എടുക്കാണ്ടിരിക്കേണ്ടി വരും. സ്റ്റിൽ കുറച്ച് ആൾക്കാരൊക്കെ നല്ല പ്രോഫിറ്റിലൊക്കെ തന്നെയാണ്. ഇപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ മേ ബി എത്താൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റിംഗ് ടൈമുള്ള ദിവസമായിരുന്നു. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു അരമണിക്കൂർ എന്തായാലും ഹോൾഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ഉള്ള ദിവസം കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും പ്രോഫിറ്റിക്ക് എത്താൻ പറ്റില്ല. പിന്നെ വെയിറ്റിംഗ്, ഇപ്പോൾ ഈ ക്യാൻഡിൽസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും നോക്കിയിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എത്താൻ പറ്റില്ല. അവർക്ക് കുറേ നേരം ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോകണം, പിന്നെ കുറച്ച് നേരം അടിയിലേക്ക് വരണം, പ്രോഫിറ്റ് കുറയണു, പ്രോഫിറ്റ് കൂടുന്നു, SLലേക്ക് വരണം. ഇതൊക്കെ കാണുന്ന നേരത്ത് പാനിക്കായിട്ട് ഇറങ്ങുന്നവരുണ്ടാവും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കണ കാരണം കൊണ്ടാണ്. നിങ്ങൾ ചാർട്ട് മാത്രം നോക്കിയിരുന്നാൽ മതി. SL ഇടുക, ചാർട്ട് നോക്കിയിരിക്കുക. ക്യാൻഡിൽസ് അടിക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് അടിച്ചു പോകുന്നു. അപ്പോൾ ഫിഗറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ കുറേ ആൾക്കാർക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വല്ല പോർട്ട്ഫോളിയോയ്ക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം SL അടിക്കില്ലേ, ടാർഗറ്റിക്ക് പോലെ പ്രോഫിറ്റ് കിട്ടും, അതൊരു കുറേ ചോദ്യങ്ങളവിടെ വരും. അപ്പോൾ നോക്കിയാൽ നിങ്ങളിങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കണ സമയത്ത്. ബട്ട് നമ്മൾ ചാർട്ടിലേക്ക് മാത്രം ഇരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ടെൻഡൻസി വരില്ല. നമുക്ക് ജസ്റ്റ് ചാർട്ട് നോക്കിയാൽ മതി. SL ഇട്ട് വെച്ചേക്കുക. SL ഇട്ട് വെച്ചാൽ തന്നെ 80% ടെൻഷൻ തീർന്നു. ബാക്കി 20% തന്നെ പ്രോഫിറ്റിക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും SL ഇട്ട് വെച്ചാൽ കാരണം അടിച്ച് കറക്റ്റായിട്ട് പൊക്കോളും. അടിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ വേറെ ട്രേഡ് നോക്കാവുന്നതുള്ളൂ. SL ഇട്ടിട്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും നല്ല രീതിക്ക് സ്കാൽപ്പ് ചെയ്യാനെങ്കിലും അറിയണം, മനസ്സിലായില്ലേ? എന്നാലാണ് SL ഇടാണ്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഷെയർ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്തേക്കുക. നമുക്കിങ്ങനെ എക്സാക്റ്റ് എൻട്രി പ്രൈസൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഒരു കോഴ്സ് തന്നെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രസ്റ്റ് നിങ്ങൾ തന്നെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്, പെയ്ഡ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവത്തിലും ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ കയറണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്നില്ല. പെയ്ഡ് ഗ്രൂപ്പിൽ കയറണവർക്ക് കയറാം, അല്ലാത്തവർക്ക് ഫ്രീ ഗ്രൂപ്പിൽ പറഞ്ഞ ട്രേഡ്സ് അതിൻ്റെ ഉള്ളത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ വിശകലനം ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം, മനസ്സിലായില്ലേ? ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലായി ട്രേഡിലേക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ ആയില്ല, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കാം എന്നുള്ള ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വർക്കാവില്ല അങ്ങനത്തെ ആൾക്കാർക്കൊന്നും. ഇത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വേണ്ടി 100% വർക്കിംഗ് ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.